എന്തുകൊണ്ടും കേരള കോൺഗ്രസ് ജോസഫ് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ നിലയിൽ നിൽക്കുകയാണ്. ഇപ്പം അവർക്ക് മന്ത്രിസഭയിൽ വേണമെങ്കിൽ 2 മന്ത്രിമാരെ ക്ലെയിം ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിന് സ്വപ്നതുല്യമായ നേട്ടമാണ് അവർ നേടിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അവർ 8-7 സീറ്റും ജയിച്ചു. അവർ പരാജയപ്പെട്ട സീറ്റ് അവർ പരാജയപ്പെട്ടതിൽ ആർക്കും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത്തരത്തിലൊരു സീറ്റ് മാത്രമാണ് അവർ പരാജയപ്പെട്ടത്. മാത്രമല്ല, തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇടുക്കിയും ഏറ്റുമാനൂരും അവർ വലിയ തർക്കങ്ങൾക്കൊന്നും നിൽക്കാതെ ഗ്രേസ്ഫുള്ളി മുന്നണിക്ക് വെച്ചു കൊടുത്തു. ആ 2 സീറ്റും വിജയിക്കാൻ കഴിഞ്ഞു. അതായത് അവരവിടെ എന്തെങ്കിലും മോശമായ പ്രവർത്തനം നടത്തിയില്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടും കേരള കോൺഗ്രസ് ജോസഫ് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ നിലയിൽ നിൽക്കുകയാണ്. ഇപ്പം അവർക്ക് മന്ത്രിസഭയിൽ വേണമെങ്കിൽ 2 മന്ത്രിമാരെ ക്ലെയിം ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു ക്യാബിനറ്റ് പോസ്റ്റും അവർക്ക് സ്വാഭാവികമായും ക്ലെയിം ചെയ്യാവുന്ന മുതിർന്ന നേതാക്കളുണ്ട്. അദ്ദേഹം നന്നായിട്ടാണ് ജയിച്ചും വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഉണ്ണിയാടനുണ്ട്, മോൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു യുവാവിനെ പരിഗണിക്കണമെങ്കിൽ അപ്പു ഉണ്ട്. അവർക്ക് ആ തരത്തിൽ അവരുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ കേരള കോൺഗ്രസ് ജോസഫിന് വളരെ മുമ്പോട്ട് ശോഭനമായ ഒരു രാഷ്ട്രീയ ഭാവി അടുത്ത 5 കൊല്ലത്തേക്ക് എന്തായാലും ഉണ്ട്.